ഹലോ കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? മഴയൊക്കെ എങ്ങനെയുണ്ട്? കൊല്ലത്തൊന്നും വലിയ മഴയില്ല, എന്നാൽ മഴയുണ്ട്. നമുക്ക് ഇന്നിപ്പോ കിട്ടിയേക്കുന്നത് കണവയാണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റെസിപ്പി മനസ്സിലായി കാണുമല്ലോ. കണവക്കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കണവയൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പാകം ചെയ്യാനായിട്ടുള്ള മൺചട്ടി അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേ നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും ഒരു 10-15 കൊച്ചുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വെളിച്ചെണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ഈ കണവയ്ക്ക് പല പേരുകളിൽ അറിയപ്പെടും. കണവ, കൂന്തൽ. കൊല്ലം സൈഡിലൊക്കെ കൂടുതലും പറയുന്നത് കണവയെന്നാണ്. പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് ഒന്ന് നല്ലതുപോലെ വെളിച്ചെണ്ണയിട്ട് വാട്ടിയെടുക്കുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടി വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയുടെ പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ പൊടികളൊക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവയുണ്ടല്ലോ, അത് ഇതിലേക്ക് പറക്കിയിടുക. കണവ വേവാൻ വേണ്ടിയുള്ള വെള്ളമൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ഡെയിലി ഓരോരോ വീഡിയോസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ കണവയ്ക്ക് ഒരു വേവുണ്ട്. ആ വേവുന്നതിന്റെ അനുസരിച്ച് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. എന്നാൽ ഒത്തിരി ഇട്ട് വേവിക്കുകയും ചെയ്യരുത്. അപ്പൊ നമ്മുടെ കണവക്കറി കിടന്ന് നല്ലതുപോലെ തിളയ്ക്കുകയാണ്. എല്ലാവരും കണവ വീടുകളിൽ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മുടെ കണവക്കറി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലേക്ക് അല്പം കറിവേപ്പിലയോട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ കണവക്കറി എങ്ങനെയാ വെക്കുന്നതെന്ന്. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.